കുംഭമേളയിലെ നീലക്കണ്ണുള്ള പെൺകുട്ടിയെ തപ്പി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി. കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ ഒരു ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഒരു ശൈശവ വിവാഹം നടന്നു. അത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്നുള്ള തർക്കങ്ങളൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും മധ്യപ്രദേശ് പോലീസ് SC/ST ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരവും ഒരു കേസ് എടുത്തിട്ടുണ്ട്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി. പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടി ഒളിവിലാണ്. ആൺകുട്ടിയെ കണ്ടെത്തി. കല്യാണം കഴിച്ച പയ്യൻ, അയാളെ പ്രായപൂർത്തിയായ ആളാണ്, ബോംബെക്കാരനാണ്, ഫർമാൻ ഖാന്. പെൺകുട്ടി മധ്യപ്രദേശിലുള്ളവരാണ്. രണ്ടുപേരും കേരളക്കാരല്ല. രണ്ടുപേർക്കുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കേരളത്തിന് അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ വന്ന് അവർ വിവാഹം നടത്തി. അത് പ്രൊമോട്ട് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭ MP-യും ഇവിടുത്തെ ഒരു മന്ത്രിയും ഇവിടെ തന്നെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി, CPM പാർട്ടി സെക്രട്ടറിയുമാണ്. നിയമപരമായി നോക്കിയാൽ അവർ കുറ്റവാളികളാണ്. ഈ കേസിനെ സംബന്ധിക്കുന്ന പുതിയ വാർത്ത, ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതാണ്. ചൈൽഡ് പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. ചൈൽഡ് പ്രൊഹിബിഷൻ മാരേജ് ആക്ട് 2006 പ്രകാരം, അതിൽ 2A പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, ആൺകുട്ടിക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അതാണ് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, ചൈൽഡ് മാരേജ് പ്രകാരം അവർ ഒരു ഒഫൻസ് നടത്തുകയും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി മൈനറാണ്, പെൺകുട്ടിയെ ഒരു ആൺകുട്ടി 21 വയസ്സ് കഴിഞ്ഞതാണെന്ന് പറയുന്നു, അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നു. അതിന് കാർമ്മികത്വം നടത്തിയത് നമ്മുടെ അരിമാനൂർ ശ്രീ നയനാർ ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അവിടുത്തെ ആ ക്ഷേത്ര ഭാരവാഹികളും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും സംസ്ഥാനത്തെ ഒരു CPM പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരു രാജ്യസഭാ MP-യും. അപ്പോൾ ഇവർ കുറ്റക്കാരാണോ? അതെ എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്തകൾ. നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ഉണ്ട് ആക്ട് 2012. ഇതിൽ ഗേളിന്, പെൺകുട്ടിക്ക് 2D പ്രകാരം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ആക്ട് അതിൻ്റെ 4 പ്രകാരം മൈനറിനെ ആരും മേജറായ ഒരാൾ ഒരു പെനിട്രേറ്റീവ് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിവാഹവും അവിവാഹവും ഒന്നുമല്ല ഇവിടെ പ്രശ്നം, മൈനറിനെ പെനിട്രേറ്റീവ് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പയ്യന് ആ ശിക്ഷയിലേക്ക് പോകേണ്ടി വരും. അതേസമയത്ത് പ്രേരണ കുറ്റം വന്നിരിക്കുന്നു. സെക്ഷൻ 17 പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 17 പ്രകാരം അബറ്റ്മെൻറ്റ് നടത്തി മന്ത്രിയും രാജ്യസഭാ MP-യും പാർട്ടി സെക്രട്ടറിയും. അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് 7 വർഷമോ മുതലോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് വരെയാണ്. അത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് 2012 അതേ കുറ്റത്തിൻ്റെ ശിക്ഷ തന്നെ പ്രേരണ ചെയ്യുന്നവരും ആ കുറ്റം അനുഭവിക്കണമെന്നാണ്. അപ്പോൾ നിയമപരമായിട്ട് നോക്കിക്കഴിയുമ്പം ഇവരെല്ലാം വെട്ടിലായി. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ ഭാരവാഹിയും വെട്ടിലായി. രാഷ്ട്രീയ സ്വാധീനമൊന്നും അവിടെ നടക്കില്ല, കാരണം ഇത് നിയമമാണ് പറയുന്നത്. അതേസമയത്ത് പെൺകുട്ടിയുടെ പിതാവ് മാതാവും വന്നു എന്ന് പറയുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുമ്പിൽ ഹാജരായി. തങ്ങളുടെ കുട്ടി മൈനറാണ്, ഞങ്ങളുടെ കുട്ടിയെ ആരോ വിവാഹം കഴിക്കാൻ പോകുന്നു, അത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ പോയി അപേക്ഷിച്ചു. തമ്പാനൂർ SHO അത് ചെവിക്കൊണ്ടില്ല, അയാളെ പറഞ്ഞു വിട്ടു അവിടുന്ന്. അതൊരു കുറ്റം തന്നെയാണ്. ഒരു ചൈൽഡ്, ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയെ എവിടെയെങ്കിലും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നെന്നും ആ ഇരിക്കുന്ന സ്ഥലത്ത് SHOയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ അയാൾ കുട്ടിയെ വീണ്ടെടുത്ത് മാതാപിതാക്കളെ ഏൽപ്പിക്കണം. മൈനറാണോ എന്നൊക്കെ അങ്ങർക്ക് ചെക്ക് ചെയ്യാം. അവർ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ.
അത് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച്, ആരാണ് അത് പ്രൊമോട്ട് ചെയ്ത്, ആരാണ് ഇവിടെ കേരളത്തിൽ കൂട്ടിക്കൊണ്ടുവന്നത്, അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ 2009 ഡിസംബർ 30 ജനിച്ച കുട്ടിയാണ്. മാതാപിതാക്കളിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അതാണ്. അത് ആ ജനിച്ച സ്ഥലത്തു നിന്നുള്ള ഒരു റെക്കോർഡാണ്. നാഷണൽ ACST കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മധ്യപ്രദേശത്തിലെയും കേരള സംസ്ഥാനത്തെ DGPമാർ ഹാജരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. മാറ്റർ വളരെ സീരിയസ് ആണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. പെൺകുട്ടി മൈനറായ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയാലും പറയുന്നുണ്ട് കാര്യങ്ങൾ. പ്രഗ്നൻ്റ് ആയാൽ ആ കുട്ടിയുടെ അവകാശം ആ മൈനറായ പെൺകുട്ടിക്കല്ല. ആ മൈനർ ആയ പെൺകുട്ടിയെ ഗർഭവതി ആക്കാൻ കാരണക്കാരനുമല്ല. ആ കുട്ടിയെ സർക്കാർ ഏറ്റെടുക്കും. അതാണ് ഇവിടുത്തെ നിയമം. അതുകൊണ്ട് തമ്പാനൂർ SHO കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിയമം സംരക്ഷിക്കപ്പെടേണ്ട ഒരു SHO അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു രാഷ്ട്രീയ സ്വാധീനം മുഖേന. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിന് പുറകെ പോകാൻ? ഒരു മൈനറാണെന്ന് മാതാപിതാക്കളെന്ന് പറയുമ്പം അത് വെരിഫൈ ചെയ്യാനുള്ള ബാധ്യത തമ്പാനൂർ SHOയ്ക്കുണ്ടല്ലോ. അവിടെ രാഷ്ട്രീയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിയമമല്ലേ പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് ഉൾക്കൊണ്ടില്ല, അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അതുതന്നെയല്ല, മീഡിയയിലെ ഈ പെൺകുട്ടിയുടെ പടമൊക്കെ പല സ്ഥലത്തും വന്നിരിക്കുന്നു. അതൊരു ഒഫൻസാണ്. പൊതുവെ കേരളത്തിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 2 പേര് ഇവിടെ വന്ന് ഒരു കല്യാണം നടത്തുകയാണ്. അതിന് കാർമ്മികത്വം കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി, ഒരു മന്ത്രി, ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി, ആ പാർട്ടിയുടെ രാജ്യസഭാ മെമ്പർ. അപ്പോൾ ഇവർക്കെന്താണ് ഇതിനകത്ത് ഉത്തരവാദിത്വം? ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു ഒഫൻസ് ചെയ്യാൻ നിൽക്കുകയാണ്. അരിമാനൂർ ക്ഷേത്രഭാഗയിൽ അവിടെ വെച്ചാണ് കല്യാണം നടന്നിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയപരമായ ഒരു മുന്നേറ്റം ലഭിക്കുമെന്ന കാരണത്താലായിരിക്കാം ഇവർ നോക്കിയത്. പക്ഷേ കാര്യങ്ങളെല്ലാം പാളിപ്പോയി. അതുപോലെ ഈ ചൈൽഡ് മാരേജ് ആക്ട് സെക്ഷൻ 10 ഉം 11 2006 ഈ ആക്ടിൻ്റെ അനുസരിച്ച് 2 വർഷത്തെ റിഗ്രസ് ഇംപ്രസ്മെൻറ്റും അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കുറ്റം ചെയ്യുന്നത് ചൈൽഡ് മാരേജ് പ്രൊമോട്ട് ചെയ്ത് ആരൊക്കെയാണ്? അതിനകത്ത് പോക്സോ ഒഫൻസ് വരുന്നുണ്ട്. അതുതന്നെയല്ല, ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം എന്താണ്? ഒരു കുറ്റം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൂട്ടുനിന്നു. അതുകൊണ്ട് തൽക്കാലം ഒരു മോചനം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ മാറ്റർ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും എറണാകുളം പോലീസ് സിറ്റി കമ്മീഷണറും വന്ന സമയത്ത് ആ പെൺകുട്ടി എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം വരുന്ന വാർത്തകൾ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നും വരുന്നുണ്ട്. ഏതായാലും മധ്യപ്രദേശ് പോലീസ് തിരിച്ചുപോയി ആ കുറ്റം ചെയ്ത ഫർമാൻ ഖാൻ വിവാഹം കഴിച്ച വ്യക്തി, അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അറസ്റ്റ് കേരള ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അവർ ആ തടവ് അത് റിലീസ് ചെയ്യാൻ ചിലപ്പം കേരളത്തിൽ തന്നെ മധ്യപ്രദേശ് പോലീസ് ചിലപ്പം ഹൈക്കോടതി നീങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്ത് കളയാം. അതിൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയുമല്ല. ഇതൊരു രാഷ്ട്രീയപരമായി തീരുമാനം എടുക്കുന്ന കാര്യമല്ല, ഇത് നിയമപരമായി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. കാരണം മൈനറായ ആ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ വിവാഹം എന്ന ഒരു കർമ്മം നടത്തി പീഡിപ്പിച്ചു എന്ന് പറയേണ്ടി വരും.